Record to the yes. Okay. Yes. എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. യെസ്. വീഡിയോ ഓഡിയോ ക്ലിയർ അല്ലേ? കണ്ണുകൾ അടച്ച് നട്ടെല്ലാം നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. യെസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? യെസ്. ഓക്കെ. കമ്മിറ്റിയിൽ കുറേ ആൾക്കാർ മിസ്സിംഗ് ആണല്ലോ. കമ്മിറ്റിക്കാരായ കുറച്ച് ആൾക്കാർ മിസ്സിംഗ് ആണല്ലോ. എന്ത് പറ്റി? ശരി. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കിടക്കാം. സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗുരുജി ചോദിച്ച കുറേ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ എന്താണ് ആവശ്യം എന്നൊക്കെ ഹാപ്പിനെസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ചോദിച്ചല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് സന്തോഷവാനായിരിക്കണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ ലക്ഷ്യം നേടിയെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നല്ലേ, അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ സെഷന് കയറുകയാണെങ്കിൽ പോലും ഇത് കഴിഞ്ഞാൽ വല്ല സന്തോഷം കിട്ടുമോ? അല്ലേ പരിപാടി ഞാനിങ്ങനെ ചാൻഡിങ് ഒക്കെ ചെയ്തു. ഇത് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ സന്തോഷമായിരിക്കും എന്നൊരു പ്രതീക്ഷയാണ്. ജീവിതം നന്നായിരിക്കും അല്ലേ, സന്തോഷമായിരിക്കാം എല്ലാം. അപ്പോൾ ഇങ്ങനെ സന്തോഷമായി ഇരിക്കാൻ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ അതിന് ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സന്തോഷമായി ഇരിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. അല്ലാതെ ആരും സന്തോഷിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആണോ അല്ലയോ? ഇന്ന് എത്ര പ്രാവശ്യം പുഞ്ചിരിച്ചു? ഇന്ന് പുഞ്ചിരിച്ചോ? അറിയില്ല അല്ലേ? അതൊക്കെ ആലോചിക്കണം. പുഞ്ചിരിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ചില ആളുകളുടെ മുഖം പുഞ്ചിരിക്കാൻ പറ്റില്ല. അവർക്ക് പുഞ്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ മുഖം പുഞ്ചിരിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു തരം മുഖമാണ്. അവരെ കണ്ട ദേഷ്യമുള്ള പോലത്തെ ഒരു ഫേസ് ആയിരിക്കും. പക്ഷെ ശരി, യഥാർത്ഥത്തിൽ അവർ പാവങ്ങളായിരിക്കും. അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഇയാൾ എന്താ എത്ര സീരിയസ് എന്നൊക്കെ തോന്നും. എൻ്റെ മുഖം ഞാൻ എപ്പോഴും ജീവിതത്തിൽ നിനക്കൊരു സീരിയസ്നെസ് ഇല്ല എന്ന് ഇനി പറയാത്ത ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ. അത് കൂടിപ്പോയതിൻ്റെ ആണെന്ന് ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ പുഞ്ചിരിയും ചിരിയൊക്കെ കൂടിപ്പോയോ എന്നൊക്കെ തോന്നും. അപ്പോൾ ഈ സന്തോഷമായി ഇരിക്കാൻ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കണോ, ഒന്നും നടക്കണില്ല. നമ്മുടെ ജീവിതത്തിൽ പ്ലാനും പദ്ധതികൾ പ്രകാരം സാമ്പത്തികമായിട്ട് നമുക്ക് നന്നായിട്ട് ഉയർച്ച വേണം, വിദ്യാഭ്യാസം നന്നായിട്ട് വേണം, നല്ല കഴിവുണ്ടാവണം, പ്രശസ്തി വേണം, നാട്ടുകാരുടെ ഇടയിലൊക്കെ ഒരു കേമനോ കേമിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. പുറത്ത് ചോദിക്കുമ്പോൾ നമ്മളെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണം, ഇയാൾ നല്ല ആളാണ്, അല്ലെങ്കിൽ അയാളുടെ മോൻ നല്ല ആളാണ്, മോള് നല്ല ആളാണ് അല്ലേ. അവർ വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ മിടുക്കരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് നമുക്ക് സന്തോഷത്തിന് ആവശ്യമായ കാര്യങ്ങളെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല വസ്ത്രമൊക്കെ ധരിക്കണം അല്ലേ. സമൂഹത്തിൽ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരിനേക്കാൾ നല്ല കേമമായിട്ട് ചെയ്യണം. ആണോ അല്ലയോ? ഇത് ഇല്ലാന്ന് ഈ ജ്ഞാനികളെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും എല്ലാവരോടും. ആണോ അല്ലേ? അതെ അതെ എന്ന് പറയണം. ഇത് തന്നെയാണ് സന്തോഷത്തിൻ്റെ. അതെ അതെ,
ഇത് തന്നെയാണ് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വലിയ ആത്മജ്ഞാനിയെ ഭജഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കലാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ തന്നിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ AMPക്കൊക്കെ എഴുതിയതും ഹാപ്പിനെസ്സിൻ്റെ എഴുതിയ ആ പേജൊക്കെ എടുത്ത് നോക്കണം, കളഞ്ഞിട്ടുണ്ടാവും തന്നെ. അല്ല, എന്തൊക്കെ വേണം നമുക്ക് സന്തോഷിക്കാൻ ചോദിച്ചാൽ അന്നൊന്നും വേണ്ട എന്നൊക്കെ നമുക്ക് തീരുമാനിച്ചെങ്കിലും കഴിഞ്ഞാലും വീണ്ടും അത് തന്നെയാണ് തലയിൽ കയറി വന്നിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കാൻ. ഇവിടാണ് ഭഗവാൻ അല്ലെങ്കിൽ ഗുരുനാഥൻ അദ്ദേഹം പറയണത് ചില യോഗി വര്യന്മാരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഒരു കീറിപ്പറിഞ്ഞ ശരീരം, വസ്ത്രമൊക്കെ ധരിച്ചിട്ടായിരിക്കും അല്ലേ ചില ആളുകൾ. അതേപോലെ അവരുടെ അറിയാലോ, ചില കാശി ഭാഗത്തോ, കാശിക്കൊന്നും വേണ്ട, പല ഭാഗത്തും ഉണ്ടാവും, തിരുവണ്ണാമലയിലോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സിദ്ധന്മാർ അവരുടെയൊക്കെ കോലം കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തോ അവരിനൊക്കെ നമുക്ക് അടുത്ത് പോലും പോകാൻ തോന്നില്ല ചിലപ്പോൾ. അപ്പം അവരെങ്ങനെ സന്തോഷമായിരിക്കും ചോദിച്ചാൽ അവരെന്ത് ചെയ്യണു? യെസ്, അവർക്ക് ഈ ശരീരബോധവും അതേപോലെ ഈ സമൂഹം എന്ത് ചിന്തിക്കുന്നുള്ള നമ്മൾ ഈ വിചാരിക്കുന്ന അനാവശ്യമായ കാര്യങ്ങളൊക്കെ പോയി അവരുടെ മനസ്സ് എവിടെയെന്ന് ചോദിച്ചാൽ യോഗ അഭ്യാസവും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ മനസ്സ് സ്വന്തം ആത്മാവിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ മുൻവിധികൾ, ധാരണകളെല്ലാം മറന്ന് അയാൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ പറയണു, കൊച്ചു ബാലനെ പോലെ സന്തോഷം. കൊച്ചു കുട്ടികൾ എങ്ങനെയാണ് ആ കുട്ടി കൊച്ചു കുട്ടി എന്ന് വെച്ചാൽ ഈ ഒരല്പം വിവരമൊക്കെ വെച്ച് ബോധമൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവണതിന് മുമ്പുള്ള കുട്ടികൾ. ബോധം വയ്ക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കല്, എടീ നീ ഒരുപാട് കളിക്കരുത്, അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, ഇങ്ങോട്ട് നോക്കരുത്, ഇങ്ങനെയാണ് അങ്ങനെയാണ്, നീ പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ തലയിൽ കുറേ കാര്യങ്ങൾ കയറ്റി കഴിയുമ്പോൾ അവരുടെ മുൻധാരണകളും മുൻവിധികളും കൊണ്ട് അവർ ജീവിതത്തിൽ പേടിച്ചും പറ്റിയിരിക്കും. ആൺകുട്ടികളാണെങ്കിലും അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ ചില പെൺകുട്ടികളുണ്ട്, അവരുടെ ജെൻഡർ പോലും, അല്ലെങ്കിൽ അവർ ആൺകുട്ടിയാണോ പെൺകുട്ടി, കൊച്ചുകുട്ടി പയ്യനോ കുട്ടിയാണെങ്കിലോ അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. കണ്ടിട്ടുണ്ടോ? അവർ മരണ വീട്ടിൽ കൊണ്ടുവിട്ടാൽ അവരെന്ത് ചെയ്യുന്നത്? സൈഡ് പോയി കളിക്കും. കണ്ടിട്ടുണ്ടോ? പൂമ്പാറ്റ പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകും. ഞാൻ നോക്കുന്ന കാര്യമാണ്. വീട്ടിൽ പോയാലും എവിടെ പോയാലും ഈ ബന്ധവുമുള്ള ആൾക്കാർ കാര്യം ഈ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഇവരെന്ത് ചെയ്യും? അവിടെ കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ആണോ അല്ലേ? ശ്രദ്ധിക്കണം. അവിടെ പോയാൽ നമുക്ക് എന്താ പണി? നാട്ടുവിശേഷം വീട്ടുവിശേഷം പറയുന്നതനുസരിച്ച് വിട്ടിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എന്താണ് നടക്കുന്നത്? ഓക്കെ, ചില ആളുകൾ നാട്ടുവിശേഷം വീട്ടുവിശേഷം, ചില ആളുകൾ വേദനയുള്ള ആളെ കുറച്ചുകൂടി വേദന കൂട്ടും. അയ്യോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയില്ലേ അല്ലേ അല്ലേ. അല്ലെങ്കിൽ ബിജു മേനോൻ പറഞ്ഞതുപോലെ എന്തോ വലിയത് വരാനിരുന്നു, അതിന് ഇത്രയെല്ലാം ആയുള്ളൂ എന്ന് സന്തോഷിക്കുമെന്ന്. എങ്ങനെ? മരിച്ച വീട്ടിലേ എന്തോ വലിയത് വരാനിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെയുള്ള കാര്യമല്ലാതെ അവിടെ എന്താ സംഭവിക്കണം നോക്കുക. അപ്പോൾ കൊച്ചു ബാലനെ പോലെ അവർ സന്തോഷിക്കണം, ഉന്മത്തനെ പോലെ അവർ ആഹ്ലാദിക്കുന്നു, ആനന്ദിക്കുന്നു എന്ന് വെച്ചാൽ ഉന്മത്തൻ ആരാന്നറിയാം? എല്ലാവർക്കും അറിയാം. നാട്ടിൽ ഏതെങ്കിലും ഒരു ചേട്ടന്മാരോ ചേച്ചിമാരുണ്ടാവില്ല, കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ പാട്ടൊക്കെ പാടി ഈ റോഡ് സൈഡിൽ കിടക്കുന്ന ആളെ കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടില്ലേ? വീഡിയോ അയച്ചു തരാം. ഇന്റർനാഷണൽ യോഗ ഡേക്ക് എനിക്ക് നമ്മുടെ സുരേഷ് ബാബു ചേട്ടൻ അയച്ചു തന്നിട്ടായിരുന്നു. അതായത് ഈ സ്റ്റെയർ കേസിൽ തലകിഴായി കിടന്നിട്ട് അടിച്ച് ഇത് ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അവർക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ബോധമുണ്ടോ? ഇല്ല. അവരെന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? അയ്യോ എൻ്റെ വസ്ത്രം അഴിഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആരാണ്, എനിക്കൊരു പൊസിഷൻ ഉണ്ട്, ഞാനൊരു വ്യക്തി, ഇതൊന്നുമില്ല. ഈ ബോധം പോയി കഴിയുമ്പോൾ എന്തായി? ഇയാൾ ഇങ്ങനെ അടിച്ച് പാമ്പായിട്ട് നടക്കണം, പാട്ട് പാടി തോന്നിയത്, ഇങ്ങനെ വായിക്ക് വന്നത് ബോധയ്ക്ക് പാട്ട് എന്നൊരു ചൊല്ലുകൂടെ ഉണ്ട്. അയാൾ എല്ലാ സത്യവും പറയും, ഭയങ്കര ഓപ്പൺ ആണ് അല്ലേ. ചിലവരൊക്കെ വളരെ വിശാല മനസ്കനാണെന്ന്, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ് അടിയാവും അന്നൊക്കെ കുറച്ച് അടിച്ചു കഴിഞ്ഞാലേ. കണ്ടിട്ടുണ്ടോ? അയാൾ കുറേ ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇതൊക്കെ. അപ്പോൾ അത് ഞാൻ എല്ലാവരും പോയിട്ട് കുപ്പി വാങ്ങി അടിക്കണം എന്നല്ല ഉദ്ദേശിക്കണത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ അദ്ദേഹത്തിൻ്റെ മാനസിക സ്ഥിതി പോലെ ഈ യോഗിയുടെ മാനസിക സ്ഥിതി വെള്ളം അടിക്കാതെ തന്നെ ഉണ്ടാവും.
മദ്യമോ ഒന്നും വേണ്ട. ഒരു ബാലനെ പോലെ, ഒരു ഉന്മത്തനെ പോലെ അയാൾ ആഹ്ലാദിക്കുന്നു, ഓരോ നിമിഷവും ആനന്ദിക്കുന്നു ജീവിതം എന്ന് പറയുന്നു. അതെങ്ങനെ പറ്റുക? ജ്ഞാനത്തിൽ നമ്മൾ ഈ ജ്ഞാനം, വിവേക, വൈരാഗ്യം ഇതൊക്കെ വരുമ്പോൾ ഈ ലോകം നമ്മളെ ബാധിക്കണേ ഇല്ല. ആര് മരിച്ചാലും, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നൊരു തോന്നൽ വരും. എങ്ങനെ? ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, അല്ലേ? അങ്ങനെ ഒരു തോന്നൽ വരും. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാം, എന്താണ് അറ്റാച്ച്മെന്റ്, ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, അമേരിക്കയിൽ ബോംബ് പൊട്ടി വേൾഡ് ട്രേഡ് സെന്റർ തകർന്നപ്പോൾ എത്രയോ പേര് മരിച്ചു. ഇത് കേട്ടപ്പോൾ ഒരു കുഴപ്പമില്ല, ആ മരിച്ചു, എവിടെയും മരിച്ചു എന്ന് പറഞ്ഞു. ആ വേൾഡ് ട്രേഡ് സെന്ററിൽ നമുക്കറിയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിഷമം വന്നോ? വന്നോ? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്ന് വേറൊരാൾ പറഞ്ഞപ്പോൾ ആ വിഷമം വേദനയായി മാറിയോ? ഏ നമ്മളോട് 5 ലക്ഷം കടം വാങ്ങിച്ചിട്ട് പോയ ആളാണെന്ന് പറഞ്ഞാൽ അതൊരു ദുരന്തമായി മാറിയോ മരിച്ചത്? ഏ ഇതൊക്കെ എങ്ങനെ മാറണു? എവിടെയോ മാറി. ഇതിലെന്താ മാറിയത്? അറ്റാച്ച്മെന്റ് ആണ് വേദനയ്ക്ക് കാരണം. എന്താണ് അറ്റാച്ച്മെന്റ്? വ്യക്തിയോടുള്ള ഏതോ ഒരു ബന്ധം. അപ്പം അയാളുടെ വിട പറഞ്ഞ് പോയതല്ല, അയാൾ ലോകത്തുനിന്ന് പോയതല്ല പ്രശ്നം, അയാളുടെ അറ്റാച്ച്മെന്റ്. ആരെങ്കിലും മരിച്ചാൽ പ്രശ്നമില്ല, അറിയുന്ന ആൾ മരിച്ചാൽ പ്രശ്നം. കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ട്, അല്ലേ? അറിയുന്ന ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, അതങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉം. ഞാനൊക്കെ നാട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 1 മാസം ഉറങ്ങില്ല ചിലപ്പോൾ. എനിക്ക് ആകെ അതിലൊരു അങ്ങനെ ആയിരുന്നു. ഇതിലൂടെ കടന്നു വന്നതാ. 1 മാസത്തോളം എനിക്ക് ആകെ ഡിസ്റ്റർബൻസാണ്. ആംബുലൻസ് കണ്ടാൽ വല്ലാത്ത പേടിയായിരുന്നു. ആംബുലൻസ് കണ്ടാൽ തന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തീ കത്തുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയുക, ഈ പ്രകൃതി തന്നെ വഴി ഒരുക്കുന്നു പറഞ്ഞതുപോലെ, ആം, ഒരു പ്രാവശ്യം എൻ്റെ കൂട്ടുകാരൻ്റെ ചെറിയച്ഛൻ മരിച്ചുപോയി. സ്വാഭാവിക മരണമാണ്. പക്ഷെ അയാൾ മരിച്ചു കഴിഞ്ഞിങ്ങനെ ആംബുലൻസിൽ കയറ്റിയിട്ട് ശ്മശാനത്തിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ ഈ കൂട്ടുകാരൻ്റെ ഒപ്പം കൂടെ ഇരിക്കാൻ ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് എന്നെ വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു. അങ്ങനെ കയറി ഇരുന്നതിന് ശേഷം പിന്നെ ആംബുലൻസിനോടും പ്രശ്നമില്ല, ഇതിനോടും ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായിരുന്നു, നമ്മുടെ മനസ്സിൽ എന്തോ ഒരു അജ്ഞാനമാണ് എല്ലാത്തിനുമുള്ള പ്രശ്നം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം നമുക്ക് അനുനിമിഷം സ്ട്രെസ് ഉണ്ടാക്കണു, ദുഃഖം തരുന്നു, വേദന ഉണ്ടാക്കണു, നമ്മളെ സന്തോഷമായി ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഏത് സ്വിറ്റ്സർലാൻഡിലോ ഇനി കൈലാസത്തിൽ പോയിട്ട് അവിടെ വീട് വാങ്ങിച്ചിരുന്നാൽ ഈ മനസ്സ് ശരിയാക്കിയിട്ടില്ലെങ്കിലേ ഇത് ഒരു രക്ഷയുണ്ടാവില്ല. മനസ്സിനെ ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു രക്ഷ, ജ്ഞാനം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല, വിവേക വൈരാഗ്യം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഈ പറഞ്ഞത് ഇതൊന്നും നടക്കില്ല. ഇനി ഗുരുജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ പോലും നടക്കില്ല. ഭഗവാൻ, ഇനി പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യേ, എന്നാൽ പിന്നെ റഷ്യയിലേക്ക് വരാൻ പറയും. ഏ ഗുരുജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ പോലും മനസ്സ് ജ്ഞാനത്തിലില്ലേ, ഗുരുത്വത്തിലില്ലേ, സത്യത്തിലില്ലേ, വിഷമവും ദുഃഖവും തന്നെയാണ്. അപ്പോൾ ആരാ യോഗി വര്യനെ എക്സാമ്പിൾ ആക്കുന്നു? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വേണ്ട, ജീവിതത്തിൽ ഒരു സാധനവും വേണ്ട. വളരെ ശാന്തമായി സന്തോഷമായി ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്നവരാണ്. ദുഃഖം, വേദന, സന്തോഷം, സുഖം, ഏത് കാര്യങ്ങളും ഇങ്ങനെ ഋതുഭേദങ്ങൾ ഇത് വന്ന് മാറിപ്പോണതുപോലെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നെ ഒന്നും ബാധിക്കാത്ത ഞാനൊരവസ്ഥയിൽ, നിശ്ചല തത്വം എന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ, ആ തത്വമായി അറിഞ്ഞ് ഞാനൊന്നും ഇതിൽ ബാധിക്കാതെ വളരെ ശുദ്ധബോധമായി നിൽക്കണു എന്ന് പറയും. അതിനെന്ത് ചെയ്യണം? ജപം 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 ചെയ്ത് ഈ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വെച്ച മനസ്സിൻ്റെ കർമ്മങ്ങൾ, സംസ്കാരം എന്നൊക്കെ പറയുന്നത്. സംസ്കാരം ഇല്ലാലോ എന്ന് പറയില്ലേ, ഇതൊരു സംസ്കാരമാകും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇതൊരു സംസ്കാരമായിട്ട് വരും. പുണ്യകർമ്മവും പാപകർമ്മവും എല്ലാം അതനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം മാറി ശരിയായ തരത്തിൽ ഇതിനെ കറക്റ്റ് ചെയ്യാൻ എന്ത് സഹായിക്കും? ജപവും സാധനയും സേവയും സത്സംഗം എല്ലാം സഹായിക്കും. അതിലെ ജപം
നാമജപം വളരെ ഉത്തമമാണെന്ന് പറയുന്നു ജപം. അപ്പം എല്ലാവർക്കും ജപിക്കാനായിട്ട് തയ്യാറാവാം. കണ്ണുകൾ അടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യും ഞാൻ. ഓക്കെ. റൈറ്റ്. നമുക്കിനി ഓം നമഃ ശിവായ ചാൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവാം. നട്ടെല്ല് നിവർത്തി വെച്ച് കണ്ണുകൾ അടച്ചു വെച്ച് കൈകൾ മടിമേൽ മലർത്തി വെച്ചിരിക്കാം. ശബ്ദം പുറത്ത് വന്നുകൊണ്ട് ചാൻഡിങ് ചെയ്യണം. സോ നമുക്ക് ചാൻഡ് ചെയ്ത് തുടങ്ങാം. ഓം നമഃ ശിവായ. 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 ഓം നമഃ
Shivaya. Om Namah 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 Shivaya. Om Namah
Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya.
ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കാം. പൂർണ്ണമായും പുറത്തേക്ക്. ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലും ശ്രദ്ധ കൊണ്ടുവരാം. ഓം കായേന വാചാ മനസേന്ദ്രിയേ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മുടെ ബ്ലെസ്സേഴ്സ് എല്ലാവരും ഇന്ന് ജ്ഞാനത്തിന് എത്തിയിട്ടുള്ള എല്ലാവരെയും അവരുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും അതുപോലെ സകല ചരാചരങ്ങളുടെ നന്മയും ഈശ്വര സാക്ഷാത്കാരവും മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ബ്ലെസ് ചെയ്യാം. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്.